إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഒരു മാസത്തിലേറെയായി ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് ആ യുദ്ധത്തിൻ്റെ കെടുതികൾ നമ്മുടെ വീടുകളിലേക്ക് വരെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കുടുംബക്കാർ, സുഹൃത്തുക്കളെല്ലാം അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അതിലേറെ നമുക്ക് ഗൗരവമുള്ള ഒരു വിപത്താണ് ഈ യുദ്ധാനന്തരം ഉണ്ടായിട്ടുള്ളത്. മുസ്ലിമീങ്ങൾക്കിടയിൽ അത് ആരംഭിച്ചത് മുതൽ ധാരാളം ചർച്ചകളുണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് പക്ഷം ചേർന്നുകൊണ്ടുള്ള സംസാരങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. അതിൻ്റെ എല്ലാം തന്നെ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, അതെല്ലാം നിരീക്ഷിക്കുന്നവർക്ക് കണ്ടെത്താൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കേരളത്തിലെ മുസ്ലിമീങ്ങൾ ആദർശപരമായി പല ധ്രുവങ്ങളിൽ നിൽക്കുന്നവരാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടും ആ രാഷ്ട്രീയ രീതിശാസ്ത്രത്തിൻ്റെ വിഷയത്തിലുമെല്ലാം മൗദൂദിയൻ സ്വാധീനത്തിലാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇക്കാലം അത്രയും കേരളത്തിലെ ജമാഅത്ത് ഇസ്ലാമി മൗദൂദിയൻ മാധ്യമങ്ങളും അവരുടെ ചാനലുകളും എല്ലാം പ്രവർത്തിച്ചതിൻ്റെ പരിണതഫലമായിട്ട് ആ ഒരു രാഷ്ട്രീയ സ്വാധീനം എല്ലാ വിഭാഗങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ മൗദൂദികളുടെ അവരുടെ സാഹിത്യങ്ങൾ അതെല്ലാം ആവേശം ഉൾക്കൊണ്ടിട്ടുള്ളത് ഹുമൈനിയുടെയും അലി ശരിയാത്തിയുടെയും എല്ലാം പുസ്തകങ്ങളിൽ നിന്നാണ് ആവേശം ഉൾക്കൊണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു യുദ്ധമുണ്ടായപ്പോൾ കക്ഷിഭേദമന്യേ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഇറാൻ്റെ പക്ഷത്ത് നിൽക്കുകയും ആ ഇറാനിലെ കൊല്ലപ്പെട്ടിട്ടുള്ള അലി ഖാംനായി എന്ന പേരിലുള്ള വ്യക്തി ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ സിറിയയിലും യമനിലും ലുബ്നാനിലും ഇറാഖിലും എല്ലാം കുന്നൊടുക്കിയിട്ടുള്ള, അതിന് നേതൃത്വം കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ സഹാബത്തിനെയും എല്ലാം പച്ചക്ക് ചീത്ത പറയുന്ന അവിശ്വാസം പ്രകടമാക്കിയിട്ടുള്ള ഖാംനയെ ഷഹീദായിട്ട് പരിചയപ്പെടുന്നു, മഹാനായി പരിചയപ്പെടുത്തുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസപരമായി നമുക്ക് എല്ലാ അർത്ഥത്തിലും ബന്ധമുള്ള, അതുപോലെ തന്നെ നമ്മുടെ നാടുമായിട്ട്, നമ്മുടെ നാട്ടിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങൾ അകമഴിഞ്ഞ് നൽകിയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ഭരണാധികാരികൾ അവരെ കപടന്മാരായിട്ടും അതുപോലെ തന്നെ അവരെ ഭീരുക്കളായി പരിചയപ്പെടുത്തുന്നു. അതിനൊക്കെ അപ്പുറത്ത് ഷിയായിസത്തോടുള്ള, അതിൻ്റെ ആദർശങ്ങളോടും വിശ്വാസങ്ങളോടുമുള്ള ആഭിമുഖ്യം നമ്മുടെ നാട്ടിൽ ഈ യുദ്ധാനന്തരം എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ ഷിയ ആദർശക്കാരനായിട്ടുള്ള PT നാസർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു ചാനലിൽ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ആ ഒരു കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. ഇറാൻ വിപ്ലവത്തിന് ശേഷം നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഷിയ ആഭിമുഖ്യം മറ്റൊരു സമയത്തും ഉണ്ടായിട്ടുള്ള ഈ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ വളരെയധികം എന്തുണ്ട്, ഷിയായിസത്തോടുള്ള ആ ഒരു ആഭിമുഖ്യം എന്ത് ചെയ്തിട്ടുണ്ട്, വർദ്ധിച്ചിട്ടുണ്ട്. ഒരു ഫാഷൻ പോലെ എന്നുള്ളത് അയാൾ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ആ ഒരു കാര്യത്തിന് കേരളത്തിലുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങൾ, അതുപോലെ തന്നെ അഖ്ലാനികളുടെ സാഹിത്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് വളം വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യവും ആ അഭിമുഖങ്ങളിൽ അയാൾ സമ്മതിക്കുന്ന കാര്യമാണ്. ഷിയായിസം എന്ന് പറയുന്നത് ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിക്കുക, ഇസ്ലാമിക ചരിത്രം നമ്മൾ പരിശോധിക്കുക, ഒരു കാലഘട്ടത്തിലും അനിസ്ലാമിക
അല്ലെങ്കിൽ ഇസ്ലാമികേതര രാഷ്ട്രങ്ങളെ അവരാക്രമിക്കുകയോ അല്ലെങ്കിൽ ആ ഫത്ഹകളിൽ പങ്കാളികളാവുകയോ അവർ ചെയ്തിട്ടില്ല. ഒരേ ഒരു കാര്യമാണ് അവരുടെ ചരിത്രത്തിൽ അവരുടെ സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്: മുസ്ലിം നാടുകളിൽ കുഴപ്പമുണ്ടാക്കുക, ഫിത്ന ഉണ്ടാക്കുക, അതുപോലെ തന്നെ പാലം വലിക്കുക, അങ്ങനെ ചതികളും വഞ്ചനകളും ഇസ്ലാമിക നാടുകളിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളത് മാത്രമാണ് ആ രീതിയിൽ പല നാടുകളിലും അധികാരത്തിലേറുക എന്നുള്ളതിന് അപ്പുറത്ത് അമുസ്ലിമീങ്ങളുമായിട്ട് ഒരു തരത്തിലും അവർ ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള അതീവ ഭീരുക്കളായിട്ടുള്ള ഇവരെ ധീരന്മാരായി പരിചയപ്പെടുത്തുക എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വളരെ ഗൗരവതരമായിട്ടുള്ള ഈ ഒരു സാഹചര്യത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ ഓരോ പ്രബോധകരെ സംബന്ധിച്ചിടത്തോളം, ഓരോ ദായിമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഏറ്റവും വലിയ ബാധ്യതയാണ് ഈ സമൂഹത്തെ ഈ ഒരു ഷിയ മതം എന്ന് പറയുന്ന ഈ ഒരു ആദർശം എത്ര പഴച്ചതാണ്, ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്, അത് ജൂത സൃഷ്ടിയാണ്, അത് അബ്ദുല്ലാഹ് ബിൻ സബ എന്ന ജൂതൻ്റെ സൃഷ്ടിയാണ് എന്നുള്ള കാര്യമെല്ലാം വിശദമായി പഠിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ് വന്നെത്തിയിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഡോക്ടർ അബ്ദുറഹ്മാൻ ആദർശേരി വഫഖഹുല്ല അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് വർഷങ്ങളായിട്ട് അതിനെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സന്ദർഭത്തിലൊക്കെ തന്നെ ഈ കേരള സാഹചര്യത്തിൽ കൂടുതൽ നമ്മൾ സൂഫിസത്തെയും അതുപോലെ തന്നെ അശ്അരി മതുരീദി തരീഖത്തിനെയാണ് വിമർശിക്കേണ്ടത്, അതാണ് കൂടുതൽ ഇവിടെ അപകടം ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു അതാണ് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകേണ്ടതെന്നുള്ളതാണ് അന്ന് നമ്മൾ കണ്ടിരുന്ന കാര്യം. എന്നാൽ ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ, പ്രത്യേകമായൊരു സാഹചര്യത്തിൽ കൂടുതൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ ഒരു വിഷയത്തിൽ ഊന്നൽ നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുന്നതിന് മുമ്പായിട്ട് ഈ ദീൻ പൂർത്തീകരിച്ചുകൊണ്ട് അതിൻ്റെ വിശ്വാസങ്ങൾ, കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ എന്ന് മാത്രമല്ല അത് മലമൂത്ര വിസർജന മര്യാദകൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിരിക്കെ അതിലേറെ ഗൗരവതരമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങൾ, സിയാസത്തു ശർഇയ്യ, അൽ അഹ്കാമു സുൽത്താനിയ, എങ്ങനെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കണം, അതുപോലെ തന്നെ ഭരണ രംഗത്തേക്ക് കൂടുതൽ പരിഗണിക്കപ്പെടേണ്ടവർ ആരാണ്, ഭരണാധികാരികളോടുള്ള ഇടപാടുകൾ എങ്ങനെയായിരിക്കണം എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദമായി എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ദുഃഖകരമെന്ന് പറയാം, നമ്മുടെ നാട്ടിൽ ഈ വക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാറില്ല. അത് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ടുള്ള, അതുപോലെ തന്നെ ഷിയായിസത്തിൻ്റെ രാഷ്ട്രീയ രീതിശാസ്ത്രവുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള മൗദൂദിയൻ ചിന്താഗതികൾ മാത്രമാണ് ഇക്കാലം അത്രയും രാഷ്ട്രീയ സൈദ്ധാന്തിക രംഗത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, കേരളത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇസ്ലാമിന് വിശ്വാസപരമായിട്ട് വ്യതിരിക്തത ഉള്ളതുപോലെ തന്നെ കർമ്മശാസ്ത്രപരമായിട്ടും സ്വഭാവപരമായിട്ടും അങ്ങനെ ഏതേത് വിഷയത്തിലും വേർതിരിവുള്ളതുപോലെ തന്നെ അതിന് കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളും അതുപോലെ തന്നെ രീതിശാസ്ത്രവുമുണ്ട്. അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ രാജവാഴ്ചയെ ഇസ്ലാം അംഗീകരിക്കുന്നതാണ്, പരിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടുള്ളതാണ്. എന്നിരിക്കെ ഹദീസുകൾ വന്നിരിക്കുകയാണ്. എന്നിരിക്കെ തന്നെ രാജവാഴ്ചയെ ഒരു പൈശാചിക സംവിധാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ നാട്ടിൽ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഭരണാധികാരികളുടെ നിലപാട്, മുസ്ലിം ഭരണാധികാരികൾ ഹത്തറോ കുഫറൻ ബവാഹൻ, വ്യക്തമായ കുഫർ കാണുന്നത് വരെ അവരക്രമികളാണെങ്കിലും അധാർമികതയിലുള്ളവരാണെങ്കിൽ പോലും അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സംശയത്തിന് ഇവിടെ നൽകാത്ത വിധത്തിൽ വ്യക്തമായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. എന്നിരിക്കെ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഭരണാധികാരികളെ ചീത്ത പറയൽ എന്താണ്, അതൊരു ജിഹാദായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കരുതുന്നത്. ഈ തരത്തിൽ മൗദൂദിയൻ ചിന്താഗതിയിൽ വളർത്തപ്പെട്ടവരാണ് എന്ത് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ മുസ്ലിമീങ്ങൾ, കക്ഷി ഭേദമന്യേ. അത് സമസ്തക്കാരാണെങ്കിലും തബ്ലീഗ് ജമാഅത്താണെങ്കിലും ഈവൺ മുജാഹിദ് പ്രസ്ഥാനത്തിൽപ്പെട്ട പലരുടെയും ചിന്താഗതികൾ ഈ രീതിയിലാണ്. ഈ ഒരു സെക്കുലറിസ്റ്റ് ലിബറലിസ്റ്റ് രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ വളർന്നു വന്ന രീതി എന്ന് പറയുന്നത്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടുത്തെ വഫാത്തിന് ശേഷം ഭിന്നതകൾ ഉണ്ടാകും, അതുപോലെ തന്നെ ഒരുപാട് കക്ഷികൾ രൂപപ്പെടും. ഈ ഒരു കാര്യം 73 വിഭാഗങ്ങളായിട്ട് മുസ്ലിമീങ്ങൾ ഭിന്നിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു. അതുമാത്രമല്ല, ആ കക്ഷികളുടെ ഓരോ കക്ഷികളുടെയും വിശ്വാസങ്ങൾ എങ്ങനെയായിരിക്കും, അവരുടെ രീതികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതെല്ലാം വിശദീകരിച്ചു. അതുമാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു കക്ഷികൾ അവരുടെ പേരുകൾ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. ഖവാരിജുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേര് തന്നെ പറഞ്ഞു. റാഫിദുകൾ, ഈ ഇറാനിലൊക്കെയുള്ള ഷീകളുടെ അവരെ സംബന്ധിച്ച് പറയുന്ന പേരാണ് റാഫിദുകൾ എന്നുള്ളത്. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചു. ജമൽ യുദ്ധത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി വിശദമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിക്കാൻ ഒരുപാട് സമയങ്ങൾ ആവശ്യമാണ്. അതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നുബുവത്തിൻ്റെ ആ സത്യസന്ധതയാണ് എന്ത് ചെയ്യുന്നത്, അറിയിക്കുന്നത്. അപ്പോൾ മാത്രമല്ല, ഈ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കൂട്ടത്തിൽ കക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞതാണ് അൽ ഖദരിയത്തു മജൂസു ഹാദിൽ ഉമ്മ. ഖദരിയ എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ ഉമ്മത്തിലുണ്ടാകും. അവർ ഈ ഉമ്മത്തിലെ മജൂസികളാണെന്ന് പറഞ്ഞു. റാഫിദുകളെ സംബന്ധിച്ച് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം തബറാനി അദ്ദേഹത്തിൻ്റെ മുഅ്ജമിൽ ഉദ്ധരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു അബ്ബാസിൻ്റെ കൂടെ ഇരിക്കുന്നു. അവരോടൊപ്പം ആരുമുണ്ട്, അലി റളിയല്ലാഹു അൻഹുവുമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സയകൂനു ഫി ഉമ്മതി ഖൗമുൻ യൻതഹിലൂന ഹുബ്ബ അഹ്ലിൽ ബൈത്ത്. നബി കുടുംബത്തോടുള്ള സ്നേഹം അത് മതമായി സ്വീകരിച്ചിട്ടുള്ള അതിൽ അതിര് കവിഞ്ഞൊരു വിഭാഗം എൻ്റെ ഉമ്മത്തിൽ കടന്നു വരും. ലഹും നബസ്, അവർക്കൊരു പേരുണ്ട്, യുസമ്മൂന അറാഫിദ, റാഫിദുകൾ എന്നാണ് അവർ വിളിക്കപ്പെടുക. ഖാതിലൂഹും ഫഇന്നഹും മുശ്രികൂൻ, അവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം, കാരണം അവർ മുശ്രിക്കുകളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസ് സ്വീകാര്യയോഗ്യമായ ഹദീസാണെന്നുള്ളത് ഇമാം ഹൈസമി അദ്ദേഹത്തിൻ്റെ മജ്മഉ അസ്സവായിദിൽ പറഞ്ഞിട്ടുണ്ട്. ധാരാളം ഉലമാക്കൾ ഈ ഒരു കാര്യവും എന്ത് ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ റാഫിദുകൾ കാഫിറുകളാണ് എന്നുള്ള കാര്യത്തിൽ മുസ്ലിം ലോകത്തിലെ ഐക്യകണ്ഠേനയുള്ള അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കും. ഇമാം അഹ്മദ് ബിനു യൂനുസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്നാ ലാ നഅകുലു ദബീഹത റജുലിൻ റാഫിദി, റാഫിദിയായ ഒരാൾ അറുത്തത് നമ്മൾ കഴിക്കുകയില്ല. ഫഇന്നഹു ഇൻദി മുർത്തദ്, കാരണം അവൻ എൻ്റെ അടുത്ത് മുർത്തദാണ് എൻ്റെ അഭിപ്രായത്തിൽ. ഇത് ഇമാം ലാലഖായി അദ്ദേഹത്തിൻ്റെ ശർഹു ഉസൂൽ ഇഅ്തിഖാദി അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ധാരാളം സലഫുകളുടെ സച്ചരിതരായ മുൻഗാമികളുടെ ഉദ്ധരണികൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വിഷയം അതല്ല, ചരിത്രമാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇങ്ങനെ ഒരു പരമ്പര ആരംഭിക്കാനുള്ള ഒരു പശ്ചാത്തലം നമ്മൾ പറഞ്ഞു. ഈ ഒരു പരമ്പരയിൽ നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷിയായിസത്തിൻ്റെ രക്തരൂക്ഷിതമായിട്ടുള്ള ചരിത്രത്തെ സംബന്ധിച്ചാണ്. അവരുടെ കറുത്ത അധ്യായങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പരമ്പരയിൽ വ്യക്തമാക്കുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം അത് ചുരുക്കി വിശദീകരിക്കലാണ് ഈ ഒരു പരമ്പര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അവരുടെ കക്ഷികളെ സംബന്ധിച്ചും അവരുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ചും അവർ ഈ ഉമ്മത്തിൽ നടത്തിയിട്ടുള്ള ചതിപ്രയോഗങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച്, കാലുവാരലുകളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ സൂഫികൾക്കുള്ള ഈ ഷിയാക്കളുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച്, ഖവാരിജുകൾക്ക് ചരിത്രത്തിലുടനീളം ഷിയായിസവുമായിട്ടുള്ള ബന്ധം അതിന്നും മൗദൂദികളിലും ഇഖ്വാനുൽ മുസ്ലിമൂനും തുടർന്നു പോരുന്നു എന്നുള്ള കാര്യമെല്ലാം എന്ത് ചെയ്യുന്നു, വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് ഇറാൻ്റെ ചരിത്രം, ആധുനിക ഇറാൻ്റെ ചരിത്രവും ഈ ഒരു പരമ്പരയിൽ വിശദീകരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു. നസ്അലുല്ലാഹ അത്തൗഫീഖ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തമാക്കിയ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെന്ത്, ഖിലാഫത്തിനെ സംബന്ധിച്ച്. ആ ഖിലാഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 30 വർഷം ഖിലാഫത്ത് ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞു. ഖിലാഫത്തുൻ നുബുവത്തി 30 സന, നുബുവത്തിൻ്റെ
ആ തുടർച്ചയിൽ വരുന്ന, ആ പൂർണ്ണതയിൽ വരുന്ന ഖിലാഫത്ത് 30 വർഷമാണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചു. ആ ഖലീഫമാരുടെ സുന്നത്തുകൾ പിൻപറ്റണമെന്നുള്ള കാര്യം പറഞ്ഞു. അലൈക്കും ബി സുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീന മിൻ ബഅദി എന്നുള്ളത് അർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചത്. അപ്പോൾ 30 വർഷമാണ് ഖിലാഫത്ത്. അത് ആ ഒരു ഹദീസ് ഇമാം അബൂദാവൂദ് തന്നെ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അത് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് എപ്പോഴാണ്? റബീഉൽ അവ്വൽ 12-നാണ്. ഹിജ്റ വർഷം 11-ാമത്തെ വർഷത്താണ് എന്ത് ചെയ്യുന്നത്? റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ് വഫാത്താകുന്നത്. അന്നാണ് നമ്മുടെ നാട്ടിലെ ഖബർ പൂജകർ എന്ത് ചെയ്യുന്നത്? റസൂലുള്ളാഹിൻ്റെ മരണം ആഘോഷിക്കുന്നത്. അപ്പോൾ എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തു. ഐക്യകണ്ഠേന മുസ്ലിമീങ്ങളുടെ ഇജ്മാ ആണ്. 2 വർഷവും 3 മാസവുമാണ് അദ്ദേഹം ഖലീഫയായിട്ട് എന്ത് ചെയ്യുന്നുള്ളത്? ഭരിച്ചിട്ടുള്ളത്. ശേഷം ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യുന്നുണ്ട്? ഭരണാധികാരിയായി വരുന്നു. അദ്ദേഹം 10 വർഷവും ഏകദേശം 6 മാസവുമാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഖിലാഫത്ത് കാലയളവ്. ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദുന്നൂറൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? മുസ്ലിമീങ്ങളുടെ ഐക്യകണ്ഠേനയുടെ തീരുമാനപ്രകാരം എന്ത് ചെയ്യുന്നത്? ഖലീഫയായി വരുന്നത്. 12 വർഷമാണ് എന്ത് ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലയളവ്. ശേഷം അലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് 4 വർഷവും ഏകദേശം 9 മാസത്തോളമാണ് അദ്ദേഹത്തിൻ്റെ കാലയളവ്. ശേഷം അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഖലീഫയായി വരുന്നുണ്ട്. 6 മാസമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ഖലീഫയായിട്ട് നിലനിൽക്കുന്നത്. പിന്നീട് മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ ഖിലാഫത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്യുന്നത്. അത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുകയും അതിലൂടെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ കാര്യമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ഇന്നബ്നി ഹാദ സയ്യിദ്, എൻ്റെ ഈ ഒരു മകൻ, എൻ്റെ പേരക്കുട്ടി, ഇവൻ നേതാവാണ്. വസയുസ്ലിഹു അല്ലാഹു ബൈന ഫിഅതൈനി മിനൽ മുസ്ലിമീൻ, അള്ളാഹു ഈ എൻ്റെ പേരക്കുട്ടി കാരണത്താൽ എന്തു ചെയ്യും? തെറ്റി നിൽക്കുന്ന 2 മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ രമ്യത ഉണ്ടാക്കുമെന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതാണ്. അതാണ് സംഭവിച്ചത്. അങ്ങനെ അദ്ദേഹം ആ ഖിലാഫത്തിൽ നിന്ന് ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പിന്മാറുന്നത് എപ്പോഴാണ്? ഹിജ്റ 41-ലാണ്. ഹിജ്റ വർഷം 41 റബീഉൽ അവ്വലാണ് പിന്മാറുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത് ഹിജ്റ 11-നാണ്. ഇദ്ദേഹം തൽസ്ഥാനത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? പിന്മാറുന്നത് 41-ലാണ്. അപ്പോൾ 30 വർഷം അത് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ. അതുപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകും എന്നുള്ള കാര്യം എല്ലാം പ്രവചിച്ചു. അവിടെയൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നതിന് മുന്നോടിയായിട്ട് എങ്ങനെ ചെയ്യണം, ആ ഒരു സാഹചര്യത്തിൽ ഫിത്ന ഉണ്ടാകും, എന്തെല്ലാം പ്രവർത്തിക്കാമെന്നുള്ള കാര്യമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഉഹുദ് മലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കറും ഉമറും ഉസ്മാനും നിൽക്കുന്ന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്ത്? ഉഹദിന് ഒരു പ്രകമ്പനമുണ്ടായി. അപ്പം പറഞ്ഞു, ഉസ്ബുത്ത് ഉഹദ്, ഉഹദേ നീ ഉറച്ചു നിൽക്കുക. ഫഇന്നമാ അലൈക നബിയ്യുൻ വസദ്ദീഖുൻ വശഹീദാൻ, നിൻ്റെ മേലുള്ളത് ഒരു നബിയും സദ്ദീഖും 2 ഷഹീദുകളുമാണ് ഉള്ളത് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെല്ലാം പ്രവചിച്ചുള്ള കാര്യമാണ്. എന്നാൽ ഷിയാക്കൾ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്ത് വരുന്ന ആ ഒരു വേളയിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ 10-ാം വർഷം ദുൽഹിജ്ജയിൽ ഗദീർ ഹും എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ച് അലി റളിയല്ലാഹു അൻഹുവിന് ഖിലാഫത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നൽകിയിട്ടുണ്ട്. എനിക്ക് ശേഷം അലി ആയിരിക്കും എൻ്റെ വസീ എന്നുള്ളത് പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷിയാക്കൾ പ്രചരിക്കുന്നത്. അതെല്ലാം തെറ്റായ കാര്യമാണ്. മറിച്ച് ആ ഗദീർ ഹുമ്മിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കേണ്ട കാര്യം വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നബി കുടുംബത്തോടുള്ള ആ ഒരു ബാധ്യത മുസ്ലിമീങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഊസൈക്കുമുല്ലാഹ് ഫി അഹ്ലി ബൈത്തി, ഊസൈക്കുമുല്ലാഹ ഫി അഹ്ലി ബൈത്തി എന്നുള്ള കാര്യം 3 തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബി കുടുംബത്തിൻ്റെ കാര്യം
ആ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു, അവരോട് നല്ല നിലക്ക് വർത്തിക്കണം എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഈ പറയുന്ന കാര്യങ്ങൾ ഷിയാക്കൾ പറയുന്നു 100,000-ൽ പരം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു, അലിയെ എന്താക്കാം, ഖലീഫയാക്കാം എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അവിടുത്തെ ജനാസ മറമാടപ്പെടുന്നതിന് മുമ്പായിട്ട് അൻസാരികൾ സഖീഫത്തു ബനി സാഇദ എന്ന് പറയുന്ന ഒരു ചായ്പിൻ്റെ കീഴിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, മദീനയുടെ അധികാരത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അമീറിൻ്റെ കാര്യത്തിൽ ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. 100,000-ൽ പരം സഹാബിമാരാണ് മുഴുവനായിട്ടുള്ളത്. സഹാബി മുഴുവൻ എണ്ണം എടുത്തു നോക്കുകയാണെങ്കിൽ 1,00,000-ൽ പരമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അവിടെ പങ്കെടുത്തിട്ടുള്ള അൻസാരികൾ ആ സഖീഫത്തു ബനി സാഇദ എന്ന് പറയുന്ന ആ ഒരു ചായ്പിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അൻസാരികൾ ചർച്ച ചെയ്യുന്നുണ്ട് ആരായിരിക്കണം അമീർ എന്നുള്ള കാര്യം. കാരണം അവർ കരുതിയത് ഇത് മദീന എന്ന് പറയുന്നത് എന്താണ്, അൻസാരികളുടെ നാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം അവർക്കായിരിക്കും അധികാരം എന്നുള്ളതാണ് അവർ കരുതിയിട്ടുള്ളത്. എന്നാൽ അവിടേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കടന്നു വരുന്നുണ്ട്. അങ്ങനെ അവരോട് പറഞ്ഞു കൊടുക്കുന്നു, ഖിലാഫത്ത് അത് ഖുറൈശികൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസാലു ഹാദൽ അംറു ഫീ ഖുറൈശ് മാ ബഖിയ മിൻഹും ഇത്നാൻ. ഖിലാഫത്ത് അത് ഖുറൈശികളിലാണ്, അത് ഉണ്ടാകേണ്ടത് അത് അവരുടെ കൂട്ടത്തിൽ 2 ആളുകളെങ്കിലും ബാക്കിയാകുകയാണെങ്കിൽ പോലും എന്നുള്ളത് ഇബ്നു ഉമർ റളിയല്ലാഹു റിവായത്ത് ചെയ്യുന്നതായിട്ട് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ വിഷയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ കൂടെയുള്ള ഉമറും അബൂ ഉബൈദയും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ അതിനെ അവരെന്ത് ചെയ്യാണ്, അംഗീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് ചെയ്യാണ്, അവസാനം അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ആദ്യമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ആണ് ബൈഅത്ത് ചെയ്തത് എന്നുള്ളത് അഭിപ്രായമുണ്ട്. അല്ല, അൻസാരികൾ തന്നെയാണ് ആദ്യമായിട്ട് ബൈഅത്ത് ചെയ്തത് എന്നുള്ള അഭിപ്രായമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ അന്ന് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിറ്റേ ദിവസം അത് പ്രഖ്യാപിക്കപ്പെട്ടു, മസ്ജിദ് നബവിയിൽ വെച്ചുകൊണ്ട് അത് പ്രഖ്യാപിക്കപ്പെടുകയും മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഐക്യകണ്ഠേനെ അദ്ദേഹത്തെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അതിനുശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പ്രഭാഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വേളയിൽ സഖീഫത്തു ബനി സാഇദ എന്ന് പറയുന്ന ആ ഒരു ടെൻറ്റിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ മസ്ജിദ് നബവിയിൽ വെച്ചോ മറ്റെവിടെയോ അലി റളിയല്ലാഹുവിൻ്റെ പേരേ പരാമർശിക്കപ്പെട്ടിട്ടില്ല. കാരണം അലി റളിയല്ലാഹു അദ്ദേഹം ചെറുപ്പക്കാരനാണ്, 33 വയസ്സേ ഉള്ളൂ. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അന്ന് എത്ര വയസ്സുണ്ട്, ഏകദേശം 60-ലേറെ വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്ഥാനവും ഈ ഇസ്ലാമിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം സാനിയസ്നൈനി ഫിൽ ഗാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹിജ്റ ഒരുമിച്ച് ചെയ്തിട്ടുള്ള അതിന് മുന്നോടിയായിട്ട് ഗാർ സൗറിൽ ഒരുമിച്ചുണ്ടായിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുള്ള എല്ലാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞാൽ 1-ാം സ്ഥാനമുള്ള വ്യക്തിയാണ് അബൂബക്കർ എന്നുള്ള സഹാബത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണ്. സഹാബത്ത് പറയാറുണ്ടായിരുന്നു, കുന്നാ നഉദ്ദു അഫ്ദലു സഹാബത്തി അബൂബക്കർ സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ. അത് സഹാബത്ത് ഇരിക്കെ തന്നെ ഞങ്ങൾ പറയാറുണ്ട്, റസൂലുള്ളാഹിന്റെ കാലത്ത് തന്നെ ഞങ്ങൾ പറയാറുണ്ടായിരുന്നു എന്നുള്ളത് സഹാബത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഖീഫത്തു ബനി സാഇദയിൽ വെച്ചുകൊണ്ടുള്ള ആ ഒരു ഖിലാഫത്തിൻ്റെ വിഷയത്തിലുള്ള ശൂറ അത് ഷിയാക്കൾക്കുള്ള അവരുടെ തെറ്റിദ്ധരിപ്പിക്കലുകൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ്. അവിടെ എവിടെയും അലി റളിയല്ലാഹുവിൻ്റെ പേര് എന്ത് ചെയ്തിട്ടില്ല, പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യപ്പെട്ടു മസ്ജിദിൽ വെച്ചുകൊണ്ട്, മസ്ജിദ് നബവിയിൽ വെച്ചുകൊണ്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നോക്കുന്നത്, ധാരാളമായി നോക്കുന്നത് ആരെയാണ്, അലി റളിയല്ലാഹു അൻഹു എവിടെയാണെന്നുള്ളതാണ്. കാരണം അലി റളിയല്ലാഹു അൻഹു ആ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ ദിവസത്തിൽ റസൂലുള്ളാഹിനെ കുളിപ്പിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലും
തിരക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയും എന്നിട്ട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിയതിൽ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ബൈഅത്ത് ചെയ്യുകയും അദ്ദേഹം പറഞ്ഞത് ലാ തസ്രീബ അലൈക യാ ഖലീഫത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, അലി റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ടുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവോട് പറയുന്നത്, താങ്കൾക്ക് യാതൊരു ആക്ഷേപവുമില്ല എന്ന് കൈ പിടിച്ചുകൊണ്ട് ബൈഅത്ത് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സംഭവം ഇമാം ഹാക്കിമും ബൈഹഖിയും ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അത് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ കാര്യം എടുത്തുദ്ധരിച്ചിട്ട് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് വഫി ഹാദൽ ഖബരി ഫഇദത്തുൻ ജലീല, ഈ ഒരു കഥ ഒരു വാർത്തയിൽ ഹദീസിൽ വലിയ ഫായിദ ഉണ്ട്. അതെന്താണ്? വഹിയ മുബായഅതു അലി ഇബ്നു അബി താലിബ് ഇമാ ഫി അവ്വൽ യൗം ഔ ഫിൽ യൗമി الثاني മിനൽ വഫാ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിൻ്റെ ആ ദിവസത്തിൽ തന്നെയോ അല്ലെങ്കിൽ പിറ്റേ ദിവസവുമോ എന്ത് ചെയ്തിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്തിട്ടുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ഖലീഫയായിക്കൊണ്ട്. മാത്രമല്ല പിന്നീടുള്ള നാളുകളിലെല്ലാം തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം എല്ലാവിധ സന്ദർഭങ്ങളും അലി റളിയല്ലാഹു അൻഹു സഹായിയായി കൊണ്ടുണ്ട്. നോക്കൂ നിങ്ങൾ, എല്ലാ ജമാഅത്തുകളിലും പങ്കെടുത്തിട്ടുണ്ട്. ഒരു സന്ദർഭങ്ങളിലും അദ്ദേഹം എന്ത് ചെയ്തിട്ടില്ല, മാറി നിൽക്കുകയോ അകന്നു നിൽക്കുകയോ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു സ്വയം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മുർത്തദുകളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വാഹനം ആനയിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? അത് അലി റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ മദീനയുടെ കാവൽക്കാരനായിട്ട് അതിൻ്റെ നേതൃസ്ഥാനത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അലി റളിയല്ലാഹു അൻഹു പ്രവേശിച്ചിട്ടുണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു. മാത്രമല്ല പിന്നീടുണ്ടായ ഒരു സംഭവവികാസമാണ് എന്ത് ചെയ്തത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ ഇജ്മാഅോടുകൂടി ഖലീഫയായി തീർന്നു. എന്നിരിക്കെ ഫാത്തിമ റളിയല്ലാഹു അൻഹ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നുകൊണ്ട് ആവശ്യപ്പെടുന്നു, റസൂലുള്ളാഹിനെ എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ അനന്തര സ്വത്ത് എനിക്ക് വേണം വന്നുകൊണ്ട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഫദക്കിൽ നിന്ന് വന്നിട്ടുള്ള ആ സ്വത്തിൽ നിന്നുള്ള അനന്തര സ്വത്ത് എനിക്ക് വേണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നത് എന്താണ് പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, നമുക്ക് എല്ലാവർക്കും മനപ്പാടമുള്ള ഹദീസാണ്. എന്താണ്? അൽ ഉലമാ വറസത്തുൽ അംബിയ അല ഇന്നൽ അംബിയ ലം യുവരിസു ദീനാറൻ വല ദിർഹമൻ. അംബിയാക്കൾ അനന്തര സ്വത്ത് വിട്ടേച്ച് പോകാറില്ല, ദിർഹമോ ദീനാറോ ഒന്നും വിട്ടേച്ച് പോകാറില്ല. മറിച്ച് അവർ അനന്തര സ്വത്തായി വിട്ടേച്ച് പോകുന്നത് എന്ത് മാത്രമാണ്? അറിവ് മാത്രമാണ്. ആ അറിവ് സ്വീകരിച്ചുള്ള ഉലമാക്കളാണ് അവരുടെ അനന്തരാവകാശികൾ എന്നുള്ളത് വ്യക്തമായി വന്നിട്ടുള്ള ഹദീസാണല്ലേ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നൂറസ് ഇൻ മാ തറക്നാഹു സദഖ, നാം അനന്തര സ്വത്ത് എന്ത് ചെയ്യുന്നില്ല, വിട്ടേക്കുകയില്ല. മറിച്ച് നാം വിട്ടേക്കുന്നത് എന്തെങ്കിലും സ്വത്ത് ബാക്കിയാക്കുന്നുണ്ടെങ്കിൽ അത് സദഖയാണ് എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം തിർമിദി ഉദ്ധരിച്ചതായിട്ട് നമുക്ക് സഹീഹായ ഹദീസ് കാണാൻ സാധിക്കും. ഇത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് കേൾപ്പിച്ചു കൊടുക്കുന്നു. ഏറ്റവും ശരിയായ റിവായത്ത് പ്രകാരം അവരത് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ആ വിഷയത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ റളിയല്ലാഹു അൻഹ അത് സംസാരിച്ചിട്ടില്ല, അത് ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സംഭവത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൽപ്പെട്ടതാണെന്ത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അനന്തര സ്വത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നത് ആരുടെ അടുത്താണ്? അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്താണ്, ഖലീഫേൻ്റെ അടുത്താണ് വരുന്നത്. അതിൽ തന്നെ മനസ്സിലാക്കാം അലി റളിയല്ലാഹുവിനെ ഖലീഫയായിട്ട് ഒരിക്കലും വസിയത്ത് ചെയ്തിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആയിരുന്നെങ്കിൽ അലി റളിയല്ലാഹു സ്വന്തം ഭർത്താവായ അലിയിൽ നിന്ന് തന്നെയാണ് അവരെന്ത് ചെയ്യുക, ആവശ്യപ്പെടുക. രണ്ടാമത്തെ കാര്യം, ഇനി അബൂബക്കർ റളിയല്ലാഹു അൻഹു അത് അനന്തര സ്വത്ത് കൊടുക്കാത്തത് തെറ്റായി കണ്ടു, ഫാത്തിമ റളിയല്ലാഹു അൻഹ തെറ്റായി കാണുകയും ആ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയും ചെയ്തു എന്നുള്ള കാര്യം റിവായത്ത് സത്യമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ, പിന്നീട് ആരാണ് ഖലീഫയായിട്ട് വരുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു ആണ് ഖലീഫയായി വരുന്നത്. ആ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ആണ് ആര്? ഉമ്മു കുൽസൂം, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൾ ഉമ്മു കുൽസൂം. അതുപോലെ തന്നെ ഹഫ്സ
ഉമർ റളിയല്ലാഹുവിൻ്റെ മകളാണ്. അവർക്കൊക്കെ ഈ അനന്തര സ്വത്തിൽ അവകാശമുള്ളവരാണ്. ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നു. അതിനുശേഷം അലി റളിയല്ലാഹു അൻഹു തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഖലീഫയായി വരുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകാതിരുന്നത് തെറ്റായിരുന്നെങ്കിൽ, ന്യായമല്ലായിരുന്നെങ്കിൽ അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യേണ്ടിയിരുന്നു, അത് നൽകേണ്ടിയിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ മരിച്ചിരുന്നെങ്കിൽ പോലും. അതുപോലെ തന്നെ അതിൽ ആർക്കൊക്കെ അവകാശമുണ്ട്? അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാർക്കൊക്കെ അതിൽ അവകാശമുണ്ട്. അത് നൽകേണ്ടിയിരുന്നു, അത് നൽകിയിട്ടില്ല എന്നുള്ളത് അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വിധിയിനെ അലി റളിയല്ലാഹു അൻഹു അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഒരു കാര്യം എന്ന് പറയുന്നത്. മാത്രമല്ല മറ്റൊരു വലിയ ഒരു സംഭവം എന്ന് പറയുന്നത്, ഫാത്തിമ റളിയല്ലാഹു അൻഹ 6 മാസത്തിന് ശേഷം റസൂലുള്ളാഹി വഫാത്തായതിൻ്റെ 6 മാസത്തിന് ശേഷം വഫാത്തായി. ശേഷം അലി റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് രണ്ടാമത്തെ ബൈഅത്ത് എന്ത് ചെയ്യുന്നുണ്ട്, പുതുക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായ റിവായത്തുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ 2 വട്ടം ബൈഅത്ത് ചെയ്തിട്ടുള്ള ആളാണ് അലി റളിയല്ലാഹു അൻഹു, ഒരു തെറ്റിദ്ധരിപ്പുകൾക്കും ഇടനൽക്കാത്ത വിധത്തിൽ. മാത്രമല്ല അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് എല്ലാവിധ സംഭവ വികാസങ്ങൾ കൊണ്ട്, എല്ലാവിധ നേട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള കാലയളവാണ്. ആ നേട്ടങ്ങളിലെല്ലാം ഭാഗവാക്കായ ആളാണ് അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഏറ്റവും വലിയ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമതായിട്ട് ഉസാമ റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചിട്ടുള്ള സൈന്യത്തെ ആദ്യമായിട്ട് അയക്കുകയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ള ഒന്നാമത്തെ പ്രവൃത്തി എന്ന് പറയുന്നത്. മാത്രമല്ല അറബികൾക്കിടയിൽ വ്യാപകമായ റിദ്ദത്തുണ്ടായില്ലേ, മതപരിത്യാഗമുണ്ടായി, സക്കാത്ത് വിസമ്മതിക്കുന്ന ആളുകളുണ്ടായി. അവരോട് ഒന്നടങ്കം എന്ത് ചെയ്തു, യുദ്ധം ചെയ്യുകയും ആ ഫിത്ന അതിനെ എന്താക്കി അടിച്ചമർത്തുകയും ചെയ്തു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ചു, അത് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. നാലാമതായിട്ട് ഫുതൂഹാത്തുകൾ പേർഷ്യയിലും അതുപോലെ തന്നെ ഷാമിലും റോമക്കാരുടെ നാടുകളിലും എന്തുണ്ടായി, ഫുതൂഹാത്തുകൾ ആരംഭിച്ചു. വലിയ ഒരുപാട് നാടുകൾ എന്ത് ചെയ്തു, ആ ഒരു കാലയളവിൽ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വന്നു എന്നുള്ളതാണ്. അതിൽപ്പെട്ടതാണ് ഒരുപാട് യുദ്ധങ്ങൾ നമുക്കറിയാവുന്നതാണ്. പേർഷ്യക്കാരോടുണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ, അതുപോലെ തന്നെ റോമക്കാരോടുണ്ടായിട്ടുള്ള ഷാമിലുണ്ടായിട്ടുള്ള യുദ്ധങ്ങളെന്ന് പറയുന്നത്. ഇങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള ഒരു ഖിലാഫത്തിൻ്റെ കാലയളവ് വെറും 2 വർഷവും 3 മാസങ്ങൾ കൊണ്ട് എന്ത് ചെയ്തിട്ടുള്ളത്, അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജ്റ 13 എന്ത് ചെയ്യുന്നത്, വഫാത്താകുന്നത്. റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം 2 വർഷം 3 മാസം കഴിഞ്ഞുകൊണ്ട് ജുമാദൽ ആഖിറയിലാണ് എന്ത് ചെയ്യുന്നത്, തിങ്കളാഴ്ച ദിവസമാണ് വഫാത്താകുന്നത്. അദ്ദേഹത്തിൻ്റെ വയസ്സ് 63 വയസ്സ് തന്നെ, റസൂലുള്ളാഹിൻ്റെ വഫാത്തായപ്പോഴുള്ള പ്രായം തന്നെയാണ്. അങ്ങനെ വഫാത്താകുന്നതിന് മുൻപേ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, രോഗശയ്യയിൽ കിടക്കുന്ന വേളയിൽ 15 ദിവസം രോഗിയായി കിടക്കുന്നുണ്ട്. ആ ഒരു വേളയിൽ സഹാബത്തിലെ മുതിർന്ന സഹാബിമാരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിച്ചു വരുത്തുന്നുണ്ട്. എന്നിട്ട് അവരോട് കൂടിയാലോചിക്കുന്നു, ആർക്കാണ് എന്ത് ചെയ്യേണ്ടത്, അടുത്ത ഖിലാഫത്ത് നൽകേണ്ടത് എന്നുള്ള കാര്യം. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിൻ്റെ പേര് നിർദ്ദേശിക്കുന്നു. അതിനെ എല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിക്കുന്നു. മാത്രമല്ല അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമുണ്ടല്ലോ, അതിലേറെ ഖൈറായ അവസ്ഥയിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളത് എന്നുള്ളത് അദ്ദേഹം സാക്ഷ്യപ്പെടുന്നു. അങ്ങനെ അവരുടെ എല്ലാം സമ്മതപ്രകാരം ഷൂറയിൽ തീരുമാനിച്ചത് പ്രകാരം ഒരു വസീഖത്ത്, ഒരു കരാർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. എന്ത്, വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ വഫാത്തിന് ശേഷം ഖിലാഫത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനാണ് എന്നുള്ള കാര്യം. അങ്ങനെ ജുമാദൽ ആഖിറ 22 ഹിജ്റ വർഷം 13 വഫാത്തായ അന്ന് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഐക്യകണ്ഠേന മുസ്ലിമീങ്ങളുടെ ഇജ്മാഅോടുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ കാലയളവിൽ നടന്നിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് അത് ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ എല്ലാവിധ നേട്ടങ്ങൾ ഉണ്ടാക്കി നൽകിയിട്ടുള്ള ആ ഭരണം എന്ന് പറയുന്നത് അത് ഉപമിക്കാൻ പറ്റുന്ന ഏറ്റവും നീതിപൂർവമായ
ഭരണ കാലയളവായിട്ട് ഉപമിക്കാൻ പറ്റുന്ന ഒരു ഭരണ കാലയളവായിരുന്നു അത് എന്ന് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണത് ഈ പേർഷ്യയിലും അതുപോലെ തന്നെ റോമ സാമ്രാജ്യത്തിലും ഉണ്ടായിരുന്ന ഫുതുഹാത്തുകളുടെ പൂർത്തീകരണം എന്ന് പറയുന്നത്. നമുക്കറിയാം ഖാദിസിയ യുദ്ധം, അതുപോലെ തന്നെ നഹാവന്ത് പോലുള്ള, നഹാവന്ത് എന്ന് പറയുന്നത് പേർഷ്യൻ ഫത്ഹിൻ്റെ പൂർത്തീകരണമാണ്. അതുപോലെ എല്ലാ നാടുകളും ഫത്ഹ ചെയ്തു, പേർഷ്യൻ നാടുകൾ ഫത്ഹ ചെയ്തു. അതുപോലെ തന്നെ ഷാമിലേക്ക് വരുന്ന സമയത്ത് യർമൂഖ് യുദ്ധം, അജ്നാദേൻ, അതിനു മുമ്പ് അജ്നാദേൻ, ഇങ്ങനെയുള്ള, അതുപോലെ തന്നെ ഫലസ്തീൻ മുസ്ലിമീങ്ങളുടെ കീഴിലേക്ക് വന്നു. അതിൻ്റെ ബൈത്തുൽ മഖ്ദിസിൻ്റെ താക്കോൽ വാങ്ങാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു തന്നെ നേരിട്ട് ഫലസ്തീനിലേക്ക് യാത്ര ചെയ്യുകയും എന്നിട്ട് ആ താക്കോൽ വാങ്ങിക്കുകയും അവിടുത്തെ നസ്രാണികൾക്ക് എങ്ങനെ ഉള്ള കരാറ് എഴുതി കൊടുക്കുകയും എല്ലാം ചെയ്തത് ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് പോയിക്കൊണ്ടാണ്. അതുപോലെ തന്നെ ഈജിപ്ത് മുസ്ലിമീങ്ങളുടെ കീഴിലേക്ക് വന്നു. അതുപോലെ തന്നെ ഒരുപാട് പുതിയ പുതിയ നാടുകൾ, ഇന്ന് അറിയപ്പെടുന്ന പട്ടണങ്ങൾ എല്ലാം ഉണ്ടാക്കിയത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അതുപോലെ തന്നെ ബൈത്തുൽ മാലിൽ നിന്നുള്ള ദാനങ്ങൾ ഓരോരുത്തർക്കും എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് എന്തുണ്ടാക്കി, ഒരു ദീവാൻ ഉണ്ടാക്കി. അതിലേറ്റവും പ്രാമുഖ്യം നൽകിയ നബി കുടുംബത്തിനാണ് ഒന്നാം സ്ഥാനം നൽകിയെന്നുള്ളത് പ്രത്യേകം പ്രസ്താവ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ജസീറത്തുൽ അറബിയിൽ നിന്ന് യഹൂദി നസ്രാണികളെ പുറത്താക്കി, അവരെ പടിയടച്ചു അവരെ. അതുപോലെ തന്നെ ഇസ്ലാമിക കലണ്ടർ ആരംഭിച്ചു. അതുപോലെ തന്നെ ഖദാ, ഇസ്ലാമിക കോടതി, അതിനെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, തൻദീം ചെയ്തത് ഉമർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ബഹുലമായിട്ടുള്ള ഖിലാഫത്ത് കാലയളവ്. അപ്പോൾ ഇവിടെ ഇതെല്ലാം നമ്മൾ പറയുന്നത് എന്തിനാണ്? പേർഷ്യ അതിന് കീഴടക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പൂർത്തീകരണം ഉണ്ടായിട്ടുള്ളത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ നടുകൊടിച്ചത്, അവരെ നിഷ്കാസനം ചെയ്തിട്ടുള്ളത് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ റോമക്കാരുടെ, പ്രത്യേകിച്ച് ഷാമിലുണ്ടായിരുന്ന റോമാം സാമ്രാജ്യത്തിൻ്റെ മുനയൊടിച്ചിട്ടുള്ളത്, അവരെ തകർത്ത് കളഞ്ഞത്, അവിടുന്ന് അവർ പുറത്താക്കിയിട്ടുള്ളത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. ഫലസ്തീൻ, ബൈത്തുൽ മഖ്ദിസ് എല്ലാം മുസ്ലിമീങ്ങൾ കീഴിലേക്ക് കൊണ്ടുവന്നത് ഉമർ റളിയല്ലാഹു അൻഹുവാണ്. അതിനോടുള്ള ശത്രുത എല്ലാ കാലഘട്ടത്തിലും ഈ പേർഷ്യക്കാർക്കും അതുപോലെ തന്നെ റോമക്കാർക്കും എല്ലാം എന്തുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിനോടുണ്ട്. അതുപോലെ തന്നെ ജൂത ക്രിസ്ത്യാനികളെ ജസീറത്തുൽ അറബിയിൽ നിന്ന് പുറത്താക്കി. അതിനോടുള്ള ദേഷ്യം ആർക്കുണ്ട്? യഹൂദികൾക്കും നസ്രാണികൾക്കും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫുതുഹാത്തുകൾ, നേട്ടങ്ങൾ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായെങ്കിലും അതിൻ്റെ ചില സൈഡ് എഫക്റ്റുകൾ നമ്മൾ അതോടൊപ്പം എന്ത് ചെയ്യേണ്ടതുണ്ട്, വായിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണെന്ത്, ഇങ്ങനെ വേഗത്തിൽ ഫത്ഹ് ചെയ്യുന്നതിനോട്, അങ്ങനെ ഫത്ഹ് ചെയ്യുന്നതിനോട് ഉണ്ടാകുന്ന സമൃദ്ധി, അതുപോലെ ദുനിയാവിൻ്റെ കുത്തൊഴുക്ക്, അതൊരു വലിയ ഫിത്നയായിരുന്നു മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതിന് ശക്തമായിട്ട് അതിനെ ഉമർ റളിയല്ലാഹു അൻഹു ശക്തമായി ഭയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുള്ള മുൻകരുതലുകൾ അദ്ദേഹം എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് ആ ഒരു കാര്യം പറയുന്നുണ്ട്. കാന ഉമർ ഖദ് ഹജറ അലാ ആലാമി ഖുറൈശ് മിനൽ മുഹാജിരീന അൽ ഖുറൂജ് ഫിൽ ബുൽദാൻ ഇല്ലാ ബിഇദ്നിൻ വഅജൽ. ഖുറൈശികൾ, മുഹാജിറുകൾപ്പെടുന്ന ഖുറൈശികൾ അവർ യുദ്ധത്തിന് വേണ്ടിയിട്ട് പല നാടുകളിലേക്ക് ഇങ്ങനെ പോകുന്നതിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു വിലക്കിയിട്ടുണ്ട്. അനുവാദമില്ലാതെ പോകാൻ പാടില്ല, കൃത്യമായ അവധി വെച്ചുകൊണ്ട് മാത്രമല്ലാതെ പോകാൻ പാടില്ല എന്നുള്ളത്. കാരണം എന്താണ്, ഇങ്ങനെ പുതിയ പുതിയ നാടുകൾ കീഴടക്കപ്പെടുകയും അവിടെ പല വിധത്തിലുള്ള വിഭാഗങ്ങളാണുള്ളത്, പല ജനുസുകളും അതുപോലെ തന്നെ പല വംശങ്ങളുമാണുള്ളത്. അവരുമായിട്ടൊക്കെയുള്ള ധാരാളമായിട്ടുള്ള ഇടകലരലുകൾ, അതുപോലെ തന്നെ ദുനിയാവിൻ്റെ കുത്തൊഴുക്ക് എന്ന് പറയുന്നത് അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിപത്തുണ്ടാക്കുമെന്നുള്ളത് അദ്ദേഹം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് തുസ്തുർ മുസ്ലിമീങ്ങൾ കീഴടക്കിയ സമയത്ത് ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു കുതിരപ്പടയാളിക്ക് നൽകപ്പെടുന്നത് 3000 ദിർഹമാണ് ഗനീമത്തായി നൽകപ്പെടുന്നത്. ഇനി മദായിന് കീഴടക്കപ്പെട്ടപ്പോൾ അവിടെ ഒരു ഗനീമത്തായി നൽകപ്പെടുന്നത് ഒരു കുതിരപ്പടയാളിക്ക് 12000 ദിർഹമാണ് നൽകപ്പെടുന്നത്. അത്രയും ആധിക്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം അത് ഉമർ റളിയല്ലാഹു അൻഹു ഭയപ്പെട്ടിട്ടുണ്ട്, വളരെയധികം സൂക്ഷ്മത കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്.
ഉമർ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ തരത്തിൽ അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചതുപോലെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മുഹദ്ദസാണ്, മുൽഹമാണ്, അള്ളാഹുവിൽ നിന്ന് ഇൽഹാം ലഭിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എല്ലാ അപകടങ്ങളെയും നേരത്തെ അറിഞ്ഞുകൊണ്ട് അതിലേക്കുള്ള മാർഗങ്ങളെ തന്നെ മുറിച്ച് കളയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രീതിയായിരുന്നു. അതിൽപ്പെട്ടതാണെന്ത്, അദ്ദേഹം ബൈഅത്തുർ റിദ്വാൻ നടന്നിട്ടുള്ള ആ മരം മുറിച്ച് കളഞ്ഞത്. അതുപോലെ തന്നെ ദാനിയാൽ പ്രവാചകൻ്റെ അദ്ദേഹത്തിൻ്റെ ജനാസ അദ്ദേഹം മറവ് ചെയ്തത് എവിടെയാണെന്ന് അറിയാത്ത രീതിയിൽ മറവ് ചെയ്തത്. ഈ രീതിയിൽ ഷിർക്കിൻ്റെയും കുഫറിലേക്കും നയിക്കുന്ന ദരീഅത്തുകളെല്ലാം മുളയിൽ നുള്ളിക്കളയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവണതയാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടാകുന്ന വിപത്തുകൾ, ഫിത്നകൾ എല്ലാം മുളയിൽ നുള്ളിക്കളയുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ രീതിയാണ്. അപ്പോൾ രണ്ടാമത്തെ മറ്റൊരു സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്, മുസ്ലിമീങ്ങൾ ധാരാളമായിട്ട് ഓരോ നാട് കീഴടക്കുമ്പോഴും ആ നാടുകളിൽ നിന്ന് ബന്ദികളെ പിടിക്കാറുണ്ട്. ആ രീതിയിൽ ഓരോ നാട്ടിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ പറയുമ്പോൾ എന്താണ്, ഖതല ഫീഹിമുൽ മുസ്ലിമൂൻ, അതുപോലെ തന്നെ വ സബ മിൻഹും എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെയും ഉമർ റളിയല്ലാഹു അൻഹു വളരെയധികം സൂക്ഷ്മതയോടുകൂടിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. ഇമാം ദഹബി അദ്ദേഹത്തെ താരീഖുൽ ഇസ്ലാമിൽ വിശദമായിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. എന്ത്, മദീനയിലേക്ക് ബന്ദികളായി പിടിക്കപ്പെട്ടുള്ളവരെ മദീനയിലേക്ക് കൊണ്ടുവരാൻ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടില്ല, ആരും സമ്മതിക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രായപൂർത്തി എത്തിയിട്ടില്ല. നോക്കൂ, കാന ഉമർ ലാ യഅ്ദനു ലിസബിയ്യിൻ ഖദ് ഇഹ്തലമ ഫി ദുഖൂലിൽ മദീന. പ്രായപൂർത്തി എത്തിയിട്ടുള്ള ഒരു ബന്ദിയെയും മദീനയിലേക്ക്, പരിശുദ്ധ മദീനയിലേക്ക് പ്രവേശിക്കാൻ ഉമർ റളിയല്ലാഹു അൻഹു അനുവദിക്കാറുണ്ടായിരുന്നില്ല. ഫിത്ന ഭയന്നുകൊണ്ട് അതിൻ്റെ എന്താണ് മാർഗത്തെ അറുത്ത് കളയുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണത്. അതിൽ ചില ആളുകൾ മാത്രം അനുവദിച്ചു. ആരെയാണത്? അതിൽപ്പെട്ടതാണത് ഹത്താ കതബൽ മുഗീറ ബിൻ ശുഅബ യദ്കുറു ലഹു ഗുലാമൻ ഇൻദഹു സനഅ വയസ്തഅ്ദിനു അൻ യദ്ഖുല അൽ മദീന. മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള ഒരു ബന്ദിയുണ്ട്, അദ്ദേഹത്തിൻ്റെ അടിമയായിട്ടുള്ള ലഭിച്ചിട്ടുള്ള ആളാണ്. ആ അടിമ നല്ല പണി അറിയുന്ന ആളാണ്, കൊല്ലനാണ്, അതുപോലെ തന്നെ ആശാരിപ്പണി അറിയാം, അതുപോലെ തന്നെ ഈ ലോഹങ്ങളിലും അതുപോലെ തന്നെ മരങ്ങളിലും എല്ലാവിധ അലങ്കാര പണികളും അറിയുന്ന നക്കാശായിട്ടുള്ള ആളാണ് ഈ ഒരു കുട്ടി, ഈ ഒരു അടിമ എന്നുള്ള കാര്യം ഉമർ റളിയല്ലാഹു അൻഹു എഴുതി അയക്കുന്നുണ്ട്. അതുകൊണ്ട് മദീനയിൽ പ്രവേശിക്കാൻ അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു മുഗീറ ബിൻ ശുഅബയെ അനുവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അടിമയുടെ പേരാണ് എന്ത്, അബൂ ലുഅ്ലുഅ അൽ മജൂസി. അയാളുടെ പേര് എന്ന് പറയുന്നത് ഫൈറൂസ് എന്നാണ് പേര്. നഹാവന്ത് മുസ്ലിമീങ്ങൾ ഫത്ഹ ചെയ്തപ്പോൾ അവിടെ നിന്ന് പിടികൂടപ്പെട്ടുള്ള ബന്ദികൾപ്പെട്ടുള്ള ആളാണ് ഈ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന ആൾ. ഈ അബൂ ലുഅ്ലുഅയുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അബൂ ലുഅ്ലുഅ ഉമർ റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നുകൊണ്ട് മുഗീറ ബിൻ ശുഅബക്കെതിരെ പരാതി പറയുന്നു. മുഗീറ ബിൻ ശുഅബ എന്നെ പണിക്ക് വേണ്ടി അയക്കുന്നു, എന്നിട്ട് എൻ്റെ അടുത്ത് ദിനം പ്രതി എന്ത് ചെയ്യുന്നു, 2 ദിർഹം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കൂലി വാങ്ങിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അത് കേട്ടപ്പോൾ പറഞ്ഞു, എന്ത്, നിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ എന്താണ്, കൊല്ലനാണ്. അതുപോലെ തന്നെ ഇങ്ങനെ വലിയ വലിയ നല്ല കൂലി കിട്ടുന്ന ജോലികളാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അത് നിന്നെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതലല്ല എന്നുള്ള കാര്യമാണ് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്. അതുപോലെ തന്നെ സയ്യിദായിട്ടുള്ള യജമാനായിട്ടുള്ള മുഗീറ ബിൻ ശുഅബയോട് നല്ല നിലക്ക് വർത്തിക്കാൻ വേണ്ടിയിട്ട് ഉപദേശം കൊടുക്കുകയും ചെയ്യുന്നു. അതേ ഉമർ റളിയല്ലാഹു അൻഹു മുഗീറ ബിൻ ശുഅബയെടുത്ത് വന്നിട്ട് പറയുന്നത് എന്താണ്, അടിമയാണ് എങ്കിൽ പോലും നല്ല നിലക്ക് വർത്തിക്കണം, എന്ത് ചെയ്യണം, എളുപ്പം കൊടുക്കണം എന്നുള്ള കാര്യം ഉപദേശിക്കുകയും ചെയ്യുന്നു. 2 പക്ഷത്തെയും ഒരുമിപ്പിക്കാനും അതുപോലെ തന്നെ അടുപ്പിക്കാനുമുള്ള ശ്രമമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ അബൂ ലുഅ്ലുഅ ആ ഒരു നന്ദികെട്ട, അതുപോലെ തന്നെ അസ്ലും ഫസ്ലും ചീത്തയായിട്ടുള്ള അബൂ ലുഅ്ലുഅ പറഞ്ഞിട്ടുള്ളത് എന്താണ്, വസിഅ അന്നാസ കുല്ലഹും അദ്ലു ഗൈരി. ഞാനല്ലാത്ത എല്ലാവർക്കും ഉമറിൻ്റെ നീതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ
ഈ ഒരു സംഭവം ആണോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ അബൂ ലുലയെ പ്രേരിപ്പിച്ചിട്ടുള്ളത്? ഒരു 2 ദിർഹം ദിനംപ്രതി 2 ദിർഹം മുഗീറത്ത് ഇബ്നു ശുഅബ കൊടുക്കുന്നതിൻ്റെ പേരിൽ? അങ്ങനെ ഒരിക്കലും നമുക്ക് കരുതാൻ സാധിക്കുകയില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുള്ളത് ഈ അബൂ ലുഅ അൽ മജൂസിയാണ്, പേർഷ്യക്കാരനാണ്. അത് എങ്ങനെയാണ് ആ ഒരു സംഭവം ഇമാം ബുഖാരി തന്നെ അദ്ദേഹത്തിൻ്റെ സഹീഹിൽ വിശദമായി വിവരിക്കുന്നു. അത് അംർ ഇബ്നു മൈമൂൻ റിവായത്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് ഉമർ റളിയല്ലാഹു അൻഹു ആ ഒരു ദിവസം സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയും അതിൻ്റെ മുമ്പുള്ള 2 സഫുകൾ നേരെയാക്കി, എന്നിട്ട് ഇസ്തവു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൈകെട്ടുകയും തക്ബീർ ചൊല്ലി കൈകെട്ടി. എന്നിട്ട് സൂറത്ത് യൂസുഫ് അല്ലെങ്കിൽ സൂറത്ത് നഹ്ലാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം പാരായണം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, തക്ബീർ ചെയ്തുകൊണ്ട് ഉറക്കെ പറയുന്നത് എന്ത്, ഖാതലനിൽ കൽബ്, ഈ നായ, ഈ ഒരു പട്ടി എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കൊന്നത് 2 അറ്റമുള്ള ഒരു കത്തി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൊല്ലുന്നത്. അങ്ങനെ അദ്ദേഹത്തെ കുത്തുന്നത് പലതവണ അദ്ദേഹത്തിൻ്റെ വയറ്റിലും നെഞ്ചിലുമായിട്ട് കുത്തുന്നുണ്ട്. ശേഷം മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അയാൾക്കെതിരിൽ തുനിയുന്ന സമയത്ത് കാണുന്ന എല്ലാവരെയും കുത്താണ്. 13 ആളുകളെ കുത്തുന്നുണ്ട്. അതിൽ 9 ആളുകൾ അവിടെ വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്, കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട്. സഹാബിമാരിൽ 9 ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടിയിട്ട് നേതൃത്വം കൊടുത്തു. അങ്ങനെ പെട്ടെന്ന് തന്നെ അദ്ദേഹം ചുരുക്കി നിസ്കരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നിസ്കാരം കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസിനെ വിളിപ്പിക്കും. ഇബ്നു അബ്ബാസിനോട് പറയുന്നു, ഉൻദുർ മൻ ഖതലനി, ആരാണ് എന്നെ കുത്തിയത് എന്ന് പോയി നോക്കൂ. അങ്ങനെ ഇബ്നു അബ്ബാസ് അന്വേഷിക്കും. അങ്ങനെ വന്നുകൊണ്ട് പറയുന്നത് ഗുലാമുൽ മുഗീറത്ത് ഇബ്നു ശുഅബയുടെ അടിമയാണ് എന്ത് ചെയ്ത് കുത്തിയത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്, ഖാതലഹുല്ലാഹ് ലഖദ് അമർതു ബിഹി മഅറൂഫൻ അൽഹംദുലില്ലാഹി അല്ലദീ ലം യജ്അൽ മനിയതി ബിയദി റജുലിൻ യദ്ദഅൽ ഇസ്ലാം വാദിക്കുന്ന ഒരാളുടെ കൈ കൊണ്ടല്ല എന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, എൻ്റെ മരണമുണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നു. മറിച്ച് ഒരു കാഫിറിൻ്റെ കൈ കൊണ്ടാണ് ഞാൻ കൊല്ലപ്പെടുന്നുള്ളതിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ധാരാളമായിട്ട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. എന്ത്, അല്ലാഹുമ്മ ജഅൽ മൗതി ഷഹാദത്തൻ ഫീ സബീലിക് ഫീ ബൽദത്തി റസൂലിക്, എൻ്റെ മരണം അത് നിൻ്റെ മാർഗത്തിലുള്ള ഷഹാദത്താക്കി മാറ്റണമേ, അതും നിൻ്റെ റസൂലിൻ്റെ മദീനയിലും വെച്ചാക്കണമേ എന്ന് അദ്ദേഹം ദുആ ചെയ്യാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഇത് കുത്തിയത് ദുൽഹിജ്ജ 23-നാണ് കുത്തിയിട്ടുള്ളത്. ശേഷം 3 ദിവസം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരഭിപ്രായ പ്രകാരം ഒരാഴ്ച അദ്ദേഹം കഴിച്ചു കൂട്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൊല്ലുന്നത് ആരാണ്? പേർഷ്യയിൽ നിന്ന് നെഹാവന്തിൽ നിന്ന് ബന്ദിയാക്കപ്പെട്ടുള്ള അബൂ ലുഅയാണ് കൊല്ലുന്നത്. അത് കാഫിറാണെന്നുള്ള കാര്യം നസ്സാണ്. മാത്രമല്ല മറ്റൊരു വായത്തിൽ കാണാൻ കഴിയും, ലം യസ്ജുദ് ലില്ലാഹി സജ്ദ, ഒരു സുജൂദ് പോലും ചെയ്യാത്ത ഒരാളെ കൈകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കൊല്ലപ്പെട്ടതിൽ ഞാൻ അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 2 അറ്റമുള്ള കത്തി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കടാര കൊണ്ടാണ് കുത്തുന്നത്. ആ കടാരയാണ് ഇന്ന് അലി റളിയല്ലാഹുവിൻ്റെ വാള് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, ലോകമാനം പ്രചരിക്കപ്പെടുന്നത്. ആ അബൂ ലുഅയെ ഇന്നത്തെ റാഫിദികൾ എന്ത് ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. ബാബ ഷുജാഉദ്ദീൻ എന്ന പേരിൽ ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. ആ റാഫിദികളെയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പക്ഷത്ത്, അവർ മുസ്ലിമീങ്ങളായി കണ്ടുകൊണ്ട് അവരുടെ പക്ഷത്ത് നമ്മൾ നിൽക്കണമെന്നാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മൗദൂദികളും അവരുടെ വശംവദരായിട്ടുള്ള ഇവിടുത്തെ സൂഫികളും അഖ്ലാനികളും ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മൾ ഉമർ റളിയല്ലാഹുവിൻ്റെ കൊന്നിട്ടുള്ള ഈ മജൂസികളോടൊപ്പമാണോ നിൽക്കേണ്ടത്, അല്ല ഇവിടെ ആക്രമിക്കപ്പെടുന്ന മുസ്ലിം രാജ്യങ്ങളോടൊപ്പമാണോ നിൽക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ആ ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ആ ദിവസം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ കാര്യമാണ്. ഈ അംർ ഇബ്നു മൈമൂൻ തന്നെ നിവേദനം ചെയ്യുന്നു, ആ ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ, കഅന്നന്നാസ് ലം തുസിബ്ഹു മുസീബ ഖബ്ല യൗമഇദിൻ, അതിനു മുമ്പ് ഒരു മുസീബത്ത് ഉണ്ടാകാത്ത രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത്.
ഇതുപോലൊരു മുസീബത്ത് ഉണ്ടാകാത്ത രീതിയിലാണ് മുസ്ലിമീങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ദുഃഖിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മറർതു ബിമലഇൻ ഇല്ലാ വഹും യബ്കൂൻ വകഅന്നമാ ഫഖദുൽ യൗമ അബ്കാർ ഔലാദിഹിം. ഇമാം ഹൈസമി ഉദ്ധരിക്കുന്നു, ഇബ്നു അബ്ബാസ് ഏതൊരു കൂട്ടം സഹാബിമാരുടെയും മുസ്ലിമീങ്ങളുടെ അരികിലൂടെ പോകുന്നുണ്ടോ അവരെല്ലാം എന്ത് ചെയ്യാണ്, കരയാണ് ചെയ്യുന്നത്. അവരുടെ എന്താണ്, സ്വന്തം മക്കൾ മരണപ്പെട്ടാൽ വാപ്പമാർ കരയുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത്, അവർ കരയുന്നത് എന്നുള്ളതാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹത്തോട് എപ്പോഴൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം കരയും. എന്നിട്ട് ആ കണ്ണുനീര് എന്താണ് മണലുകൾ നനയ്ക്കുന്നത് വരെ അദ്ദേഹം കരയുമെന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഇന്ന ഉമർ ഖാൻ ഹസ്നലിൽ ഇസ്ലാം. ഉമർ അദ്ദേഹം ഇസ്ലാമിനൊരു കോട്ടയായിരുന്നു. യദ്ഖുലൂന ഫീഹി വലാ യഖ്റുജൂന മിൻഹു. മുസ്ലിമീങ്ങൾ അതിലേക്ക് ഇസ്ലാം സ്വീകരിച്ചവർ കടന്നു വരും, അതിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഫലമ്മ മാത ഉമർ മരണപ്പെട്ടപ്പോൾ ഇൻസലമൽ ഹസൻ, ആ കോട്ടയ്ക്ക് വിള്ളൽ വീണു. ഫന്നാസു യഖ്റുജൂന മിനൽ ഇസ്ലാം, ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇത് ഇമാം ഇബ്നു സഅദ് അതേ തബഖാത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന എന്ന് വിശേഷിക്കപ്പെട്ടുള്ള സഈദ് ഇബ്നു സെയ്ദ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഇന്ന മൗത ഉമർ സുൽമ ലിൽ ഇസ്ലാം ലാ തർതഖി ഇലാ യൗമിൽ ഖിയാമ. ഇത് ഇമാം ഇബ്നു സഅദ് തന്നെ ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഉമർ റളിയല്ലാഹുവിൻ്റെ മരണം എന്നുള്ളത് ഇസ്ലാമിനേറ്റ വിള്ളലാണ്. അത് ഖിയാമത്ത് നാൾ വരെ അതെന്ത് ചെയ്യില്ല, ആ വിള്ളലിനെ ശരിയാക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള മുത്തഫഖുൻ അലൈഹിയായ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഫിത്നയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ സഹാബികളുടെ കൂടുതൽ അറിവുള്ള ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഫിത്നയെ സംബന്ധിച്ച്. ഫിത്നത്തുൻ തമൂജു കമൗജിൽ ബഹർ, കടലിലെ തിരമാല പോലെ ഉള്ള ഫിത്നയെ സംബന്ധിച്ച് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, യാ അമീറൽ മുഅ്മിനീൻ ലാ ബഅസ അലൈക മിൻഹ, താങ്കൾക്ക് അതിൽ കുഴപ്പമുണ്ടാവുകയില്ല. ഇന്ന ബൈനക വബൈനഹ ബാബൻ, താങ്കൾക്കും ഫിത്നക്കും ഇടയിൽ ഒരു വാതിലുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ യുഫ്തഹുൽ ബാബ ഔ യുക്സർ, ആ വാതിൽ തുറക്കപ്പെടുകയാണോ ചെയ്യുക, അല്ല തകർക്കപ്പെടുകയാണോ ചെയ്യുക എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ബൽ യുക്സർ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് തകർക്കപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദാക അഹ്റ അല്ലാ യുഗ്ലഖ്, ആ തകർക്കപ്പെടുന്ന വാതിൽ പിന്നീട് അടക്കപ്പെടുകയില്ല എന്നുള്ളത് ഏറ്റവും തരപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സഹാബിമാർ ഹുദൈഫത്ത് ബിൻ യമാനോട് ചോദിച്ചു, മനിൽ ബാബ്, ആരാണ് ആ വാതിലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഉമറാണ് ആ വാതിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിൻ്റെയും ഫിത്നക്കും ഇടയിലുള്ള വാതിലാണ് ഉമർ. ഇത് മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. അപ്പോൾ സഹാബിമാർ കരയാതിരിക്കുകയോ. തൽഹ ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ മിൻ അഹ്ലി ബൈത്തി മിനൽ അറബി ഹാദിൻ ഔ ബാദിൻ ഇല്ലാ ദഖല അലൈഹിം ബിഖത്ലി ഉമർ നഖ്സ്. മുസ്ലിമീങ്ങൾക്ക് ഉമർ റളിയല്ലാഹുവിൻ്റെ ആ കൊലപാതകത്തോടുകൂടി എല്ലാ വീടുകളിലേക്കും അത് പരമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ശേഷം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കുന്നു. ആ ഖലീഫയായി തിരഞ്ഞെടുക്കുന്നതിന് എങ്ങനെയാണ്, ഉമർ റളിയല്ലാഹു അൻഹു ആ കുത്തേറ്റുകൊണ്ട് മരണശയ്യയിൽ കിടക്കുന്ന വേളയിൽ 6 ആളുകളെ ഷൂറയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നു. ഇതാണ് മുസ്ലിമീങ്ങളുടെ രീതി എന്ന് പറയുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്? അത് അഹ്ലുൽ ഹല്ല് വൽ അഖദ്, അറിവും കാര്യപ്രാപ്തിയും പ്രായവും ഒക്കെ ഉള്ള വ്യക്തികൾ എന്ത് ചെയ്യാണ്, കൂടിയാലോചിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ എല്ലാവരും തിരഞ്ഞെടുക്കുക എന്നുള്ള ആധുനിക ജനാധിപത്യ സംവിധാനം എന്നുള്ളത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്, ഇസ്ലാമിന് എതിരാകുന്ന കാര്യമാണ്. അപ്പോൾ അശറത്തുൽ മുബശ്ശിരീന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടുള്ള 6 ആളുകൾ ആരൊക്കെയാണ്? ഉസ്മാൻ, അലി, അതുപോലെ തന്നെ സുബൈർ ബിൻ അവ്വാം, തൽഹത്ത് ബിൻ ഉബൈദില്ല, സഅദ് ബിൻ അബി വഖാസ്, അതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. ഇങ്ങനെ 6 ആളുകൾ എന്ത് ചെയ്യുന്നു, തിരഞ്ഞെടുക്കുന്നു. അവരോട് കൂടിയാലോചിക്കാനാണ് പറയുന്നത്. അശറത്തുൽ മുബശ്ശിരീനിൽ വേറൊരാൾ ബാക്കിയുണ്ട്. ആരാണത്? സഈദ് ബിൻ സെയ്ദ്. അദ്ദേഹത്തെ ഇതിൽ കൂട്ടിയില്ല. കാരണം എന്താണ്? അദ്ദേഹം
ഉമർ റളിയല്ലാഹുവിൻ്റെ കുടുംബക്കാരനാണ്. അപ്പോൾ പിന്നെ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ അതിന് സാക്ഷിയായിട്ട് അതിന് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരിക്കലും അധികാരം കൊടുക്കരുത് എന്നുള്ള കാര്യവും ഉമർ റളിയല്ലാഹു പറയുന്നു. മാത്രമല്ല ഉമർ റളിയല്ലാഹു പറഞ്ഞു 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യണം, ഖലീഫയെ തിരഞ്ഞെടുക്കണം. അങ്ങനെ ആ 3 ദിവസം സുഹൈബ് റളിയല്ലാഹു അൻഹു ആണ് എന്ത് ചെയ്യുന്നത്, ഇമാമത്ത് നിൽക്കുന്നത് മുസ്ലിമീങ്ങൾക്ക്. അങ്ങനെ അവർ തമ്മിൽ വളരെ സഹോദരി രൂപത്തിൽ ചർച്ച നടന്നു. തൽഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനാണ് എന്ത് ചെയ്യുന്നത്, പ്രിഫറൻസ് നൽകുന്നതെന്ന് പറഞ്ഞു. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നത് അബ്ദുറഹ്മാൻ ബിൻ ഔഫിനാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നു. എന്നാൽ സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നത് അലി റളിയല്ലാഹു അൻഹുവിനാണ്. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനും അലി റളിയല്ലാഹു അൻഹുവിനും കാര്യം ബാക്കിയാവുകയാണ്. അങ്ങനെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയുന്നു, എൻ്റെ അടുത്തേക്ക് വിട്ടേക്കു കാര്യം, ഞാൻ എന്ത് ചെയ്യുക, ഈ കാര്യത്തിന് ജനങ്ങളോട് കൂടിയാലോചിച്ചുകൊണ്ട് ഞാൻ തീർപ്പ് നൽകാമെന്ന് പറയുന്നു. അങ്ങനെ 3 ദിവസമെടുത്തു. സഹാബിമാരോട് ഒന്നടങ്കം കൂടിയാലോചിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള സഹാബിമാരോടും അദ്ദേഹം കൂടിയാലോചിക്കുന്നു. അങ്ങനെ അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പേഴ്സണലായിട്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സംസാരിക്കുന്നു. ശേഷം അലി റളിയല്ലാഹു അൻഹുവിനോട് പേഴ്സണലായിട്ട് സംസാരിക്കുന്നു. എന്നിട്ട് 2 പേരെടുത്തുനിന്നും ഒരു കരാറ് വാങ്ങുന്നു. എന്ത് ചെയ്യുന്നു, ഞാൻ ആരെയാണോ തിരഞ്ഞെടുക്കുന്നത് മുസ്ലിമീങ്ങളുടെ കൂടിയാലോചനയോടുകൂടി അവരെ നിങ്ങൾ എന്ത് ചെയ്യണം, അനുസരിക്കണം. അവരെ എന്ത് ചെയ്യണം, അവർ നീതിപൂർവ്വം ഭരിക്കണം. ഇനി ആരാണോ തീരുമാനിക്കപ്പെടുന്നത്, നിങ്ങളിൽ ആരാണോ ഖലീഫയെ തീരുമാനിക്കപ്പെടുന്നത്, അവരെ രണ്ടാമത്തെ ആൾ എന്ത് ചെയ്യണം, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് പ്രഖ്യാപിക്കുന്നു, ഉസ്മാൻ റളിയല്ലാഹു പേര് പ്രഖ്യാപിക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുന്നു. അതിന് പിന്നീട് ആദ്യമായിട്ട് ബൈഅത്ത് ചെയ്യുന്ന ആൾ, രണ്ടാമതായി ബൈഅത്ത് ചെയ്യുന്ന ആളാരാണ്, അലി റളിയല്ലാഹു അൻഹു തന്നെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് ബൈഅത്ത് ചെയ്യുന്നത്. അതിൽ മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉണ്ടാകുന്നു. ഇമാം അഹ്മദ് പറയുന്നത് ലം യജ്തമിഉ അലാ ബൈഅത്തി അഹദിൻ മജ്തമഉ അലാ ബൈഅത്തി ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബൈഅത്ത് ചെയ്യുന്ന കാര്യത്തിൽ മുസ്ലിമീങ്ങൾ യോജിച്ചതുപോലെ മറ്റൊരാളുടെ ബൈഅത്തിനും യോജിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇത് ഇമാം ഇബ്നു തൈമിയ്യ മിൻഹാജ് സുന്നയിൽ ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കുത്തേൽക്കുകയും കൊല്ലപ്പെടുത്തതിന് ശേഷം 3 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിട്ട് തിരഞ്ഞെടുക്കുന്നു. ശേഷമുണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി നടന്നിട്ടുള്ള വലിയ ഒരു സംഭവവികാസമാണത്, ഉമർ റളിയല്ലാഹുവിൻ്റെ മകനായിട്ടുള്ള അബ്ദുള്ള ഇബ്നു ഉമർ. നമുക്കെല്ലാവർക്കും അറിയാം, വലിയ പണ്ഡിതനായിട്ടുള്ള അബ്ദുള്ള ഇബ്നു ഉമർ. മറ്റൊരു മകനാണ് ആര്, ഉബൈദുല്ലാ ഇബ്നു ഉമർ. ഉമറിനെ പോലെ ശൂരനായിട്ടുള്ള, ധീരനായിട്ടുള്ള, ആജാനുബാഹുവായിട്ടുള്ള, ശാരീരികപരമായിട്ടും അതുപോലെ തന്നെ മാനസികപരമായിട്ടും എല്ലാവിധ കരുത്തുമുള്ള, അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം ഒരു കുതിരപ്പുറത്തിരുന്നാൽ കാല് നിലത്തുമുട്ടുമായിരുന്നു എന്നുള്ളതാണ്. ഉമറിൻ്റെ എല്ലാ ശാരീരിക ഗുണങ്ങളും എല്ലാം കിട്ടിയ ആളാണ് അദ്ദേഹം. എന്ത് ചെയ്യുന്നുണ്ട്, ഉമറിൻ്റെ ആ കൊലപാതകത്തിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, സർ അദ്ദേഹം എടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഹുർമുസാൻ, അതുപോലെ തന്നെ ജുഫൈന, അതുപോലെ അബൂൽ ഉലയുടെ മകൾ, ഇവരൊക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹം ഒറ്റക്ക് പോയിട്ട് കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഉമറിൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് അത് അബൂൽ ഉല അൽ മജൂസി എന്ന് പറയുന്ന ഒരു വ്യക്തി സ്വയം ചെയ്ത ഒരു കാര്യം, ഒറ്റക്ക് തീരുമാനിച്ച് ചെയ്ത ഒരു കാര്യമാണോ? അല്ല. മറിച്ച് ആ വിഷയത്തിൽ വ്യക്തമായി റിവായത്ത് വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കുത്തേറ്റ് കിടക്കുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ മകനായിട്ടുള്ള അബ്ദുറഹ്മാൻ വന്നുകൊണ്ട് പറയുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ അബൂൽ ഉലുവയും ഹുർമുസാനും ജുഫൈനയും എല്ലാം കൂടിയിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കൊല്ലപ്പെടുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ. അങ്ങനെ അവർ രഹസ്യമായി സംസാരിക്കുന്നുണ്ട് ചില കാര്യങ്ങൾ. ഞാൻ അവിടത്തേക്ക് പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് ലമ്മ ബഗത്തുഹും സാറു, പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ അവർ എന്ത് ചെയ്തു, പേടിച്ച് അവിടെ നിന്ന് പിന്മാറി. എന്നിട്ട് അവർക്കിടയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കഠാര വീണു. ആ കഠാരയുടെ സ്വഭാവം എന്ന് പറയുന്നത് 2 തലപ്പുള്ള കഠാരയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ശേഷം സഹാബിമാർ പോയി നോക്കി, ഉമർ റളിയല്ലാഹു അൻഹു കുത്തിയിട്ടുള്ള ആ കഠാര അബ്ദുറഹ്മാൻ ബിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കഠാര തന്നെയാണോ എന്നുള്ളത്, അത് തന്നെയാണെന്ന് അവർ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പം നേരത്തെ തീരുമാനിച്ചുറപ്പിക്കുകയും ഒരു കൃത്യമായ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് ചെയ്തതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കാരണം എന്താണ്, ഈ ഹുർമുസാൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? പേർഷ്യക്കാരുടെ വലിയ ഒരു കമാൻഡറായിരുന്ന, യുദ്ധ കമാൻഡറായിരുന്ന, അവരുടെ ഒരു നാട്ടിൻ്റെ അമീറായിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. മുസ്ലിമീങ്ങളെ ഒരുപാട് ഘട്ടങ്ങളിൽ വഞ്ചിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് ഒരുപാട് തവണ പുറത്താക്കുകയും പിന്നീട് പ്രത്യക്ഷത്തിൽ മുസ്ലിമാണ് എന്നുള്ളത് പ്രഖ്യാപിക്കുകയും ചെയ്ത, കാപട്യപൂർവ്വം പ്രഖ്യാപിക്കുകയും ചെയ്ത ആളാണ്. അയാളും ഈ ഒരു സംഗതിയിൽ ഉണ്ട് എന്നുള്ളത് എന്തിനാണ് അറിയിക്കുന്നത്? പേർഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നൂറ്റാണ്ടുകൾ അവർ ലോകത്ത് വലിയ സാമ്രാജ്യമായിട്ട് വിഹരിച്ച ആളുകളാണ്. അറബ് നാടുകളിൽപ്പെട്ട പല നാടുകളും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു. യമൻ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബഹ്റൈന്, അങ്ങനെ പല നാടുകളും ഉണ്ടായിരുന്നു. അവരുടെ രക്തം, പരിശുദ്ധമായ രക്തവും അവർ മുന്തിയ ജനുസായിട്ട് അവർ ജനങ്ങളുടെ മുമ്പിൽ മേൽമ നടിക്കാറുണ്ടായിരുന്നു. അവരല്ലാത്തവരെല്ലാം താഴ്ന്ന ആളുകളും കുറഞ്ഞ ആളുകളുമായിട്ട് പരിചയപ്പെടുത്തിയ ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആധിപത്യവും അവരുടെ സാമ്രാജ്യത്തിൻ്റെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹുവോട് അവർക്ക് തീർത്താൽ തീരാത്ത പകയുണ്ടാകുമെന്നുള്ളത് സ്വാഭാവികമാണ്. അതിനുള്ള പ്രതികാരമായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചരിത്രം വായിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അതിൻ്റെ പ്രതികാരമായി അവർ ചെയ്തതാണ്. കൃത്യമായ അജണ്ടയോടുകൂടിയും പ്ലാനിങ്ങോടുകൂടിയും ചെയ്ത കാര്യമാണ്. മാത്രമല്ല, ഈ രീതിയിൽ ഒളിഞ്ഞു നിന്നുകൊണ്ട്, മെഹ്റാബിൽ ഒളിഞ്ഞു നിന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുത്തുന്നത്. ഈ രീതിയിലുള്ള കൊലപാതക രീതികൾ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതാണ്. ഇസ്ലാം അത് ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ അത് ഈ ഷിയാക്കളുടെ ചരിത്രത്തിലുടനീളം നമുക്ക് ഈ രീതിയിലുള്ള കൊലപാതകങ്ങൾ, ഇഖ്തിയാലാത്തുകൾ എന്ത് ചെയ്യുന്നതാണ്, നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇവരെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഉബൈദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലുന്നുണ്ട്. ഇവരെല്ലാവരെയും എന്ത് ചെയ്യുന്നുണ്ട്, കൊന്നൊടുക്കുന്നുണ്ട്. അതിൻ്റെ വിഷയത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് കൂടിയാലോചിക്കുന്നു. കാരണം എന്താണ്, ഉബൈദുല്ലാഹ് അത് കൊന്നത് കോടതിയിലേക്ക്, ഇസ്ലാമിക കോടതിയിലേക്ക് കൊണ്ടുവരികയും വിചാരണ ചെയ്യാതെ ഒറ്റക്ക് പോയി ചെയ്യണം ചെയ്തത് ഇസ്ലാം അംഗീകരിക്കുന്ന കാര്യമല്ല. അങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും ഉബൈദുള്ളയുടെ പക്ഷത്താണ് നിൽക്കുന്നത്. കാരണം എന്താണ്, അവർ പറഞ്ഞത് എന്താണ്, അവർ പറഞ്ഞിട്ടുള്ളത് ലഅല്ലക്കും തുരീദൂന അൻ തുത്ബിഉ ഉമർ ഇബ്നഹു, ഉമറിൻ്റെ ശേഷം മോനെ കൊല്ലാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അതൊരിക്കലും ശരിയാവുകയില്ല എന്ന് മുസ്ലിമീങ്ങൾ ഒന്നടങ്കം പറഞ്ഞു. മുസ്ലിമീങ്ങൾ ജനസഞ്ചയം ഉബൈദുള്ളയുടെ പക്ഷത്ത് നിന്നു. മുതിർന്ന സഹാബിമാരെ ചെയ്തത് തെറ്റാണ്, ഉബൈദുള്ള ചെയ്തത് വലിയ തെറ്റാണെന്നുള്ള കാര്യം എല്ലാവരും അംഗീകരിച്ചു. അതിന് ശിക്ഷ നൽകണമെന്ന് പറഞ്ഞു. സഅദിൻ്റെ വീട്ടിൽ അദ്ദേഹത്തെ അദ്ദേഹം പിടികൂടപ്പെടുകയും ചെയ്തു. പക്ഷേ അവസാനം എല്ലാവരുടെയും അഭിപ്രായം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അഫ്വ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, ഈ അബൂ ലുഅ്ലുഅയെ ഇന്ന് ഇറാനിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആരാധിച്ചു പോരുന്നു. അയാൾക്ക് അവിടെ എന്തുണ്ട്, ദർഗുണ്ട്, മക്കാമുണ്ട്, ബാബ ഷുജാഉദ്ദീൻ അബൂ ലുഅ്ലുഅ എന്ന പേരിൽ. അവരുടെ എല്ലാവിധ ഇന്നത്തെ മജൂസികളായ ഇറാനിലുള്ള റാഫിദുകളുടെ എല്ലാവിധ വസീഖകളിലും നമുക്ക് എന്ത് ചെയ്യാം, ഈ അബൂ ലുഅ്ലുഅയുടെ ഫോട്ടോകൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അയാളുടെ ഈ ദർഗയുടെ ചിത്രം നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ സിമ്പിളായിട്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, എടുത്തു കാട്ടുന്നു. അതുപോലെ തന്നെ അയാൾ കൊണ്ടു നടന്നിട്ടുള്ള ഉമറിനെ കുത്തിയിട്ടുള്ള കത്തിയാണെന്ത് ഇന്ന് ദുൽഫുഖാർ എന്ന പേരിൽ എന്ത് ചെയ്യുന്നത്, ലോകത്ത് മുഴുവൻ അലി റളിയല്ലാഹുവിൻ്റെ വാളായിട്ട് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. മുസ്ലിമീങ്ങൾ വരെ, സൂഫികൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, അതെടുത്ത് നടക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ ഷിയാക്കളുടെ ചരിത്രം ഇവിടെ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ശേഷം നമുക്ക് പഠിക്കാനുള്ള ഭാഗം എന്ന് പറയുന്നത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാൻ പോകുന്നത് ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്ത് അബ്ദുല്ലാഹ് ഇബ്നു സബ അൽ യഹൂദിയുടെ കടന്നുവരവും അതിന് ശേഷമുണ്ടാകുന്ന വലിയ ഫിത്നകളും, ഉസ്മാൻ റളിയല്ലാഹു കൊല്ലപ്പെടുന്നിടത്തേക്ക് എത്തിയിട്ടുള്ള ഫിത്നകളും ശേഷം നടന്നിട്ടുള്ള സംഭവവികാസങ്ങളും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവരിക്കാം. ഈ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നതിലൂടെയാണ് നമുക്ക് എന്താണ് നടന്നിട്ടുള്ളത്, ഏത് രീതിയിലാണ് മുസ്ലിമീങ്ങളെ ഇവർ വഞ്ചിച്ചിട്ടുള്ളത്. ചരിത്രത്തിലുടനീളം വഞ്ചനകളുടെ ചരിത്രം മാത്രമാണ് ഷിയാക്കളുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അത് പഠിക്കുകയാണ് ഈ ഒരു പരമ്പരയുടെ നമ്മുടെ ഉദ്ദേശം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല അറബ് നാടുകൾ, അവിടെ
ഉള്ള മുസ്ലിമീങ്ങൾ, അവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ കുടുംബക്കാർ, സുഹൃത്തുക്കൾ, അവരെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സലാമത്താക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഹ്ലിക് അദ്ദാലിമീന ബിദ്ദാലിമീൻ വഅൻജിൽ മുസ്ലിമീന മിൻ ബൈനിഹിം സാലിമീൻ. വഹാദ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.